എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീലക്ഷ്മി ഇരുന്ന് പഠനം കഴിഞ്ഞപ്പോൾ അതാ കിടന്ന് പഠിക്കണം കേട്ടോ. ഞാനപ്പോൾ പെരിന്തൽമണ്ണ മാർക്കറ്റിൽ നിന്ന് കുറച്ച് മീൻ അമ്മയ്ക്ക് കൊണ്ടുപോകാൻ ഓർത്തിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വറക്കുകയാണ് കേട്ടോ. കണ്ടോ, വറക്കണ കണ്ടോ, തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വറക്കുകയാണ്. ഒരു ട്രിപ്പും കൂടി വറക്കാണ്ട് 1 കിലോ മേടിച്ചു. കാരണം അമ്മയ്ക്കാണ് മീൻ ഒക്കെ. അമ്മയ്ക്ക് കുറച്ച് ഉണക്കമീനും വാങ്ങിയിട്ടോ, മത്തിയും പിന്നെന്താ മീനിൻ്റെ പേരെന്താ എനിക്കറിയില്ല. അപ്പോൾ അത് വറുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ അമ്മേനെ ആശുപത്രി കൊണ്ടുപോകേണ്ട ദിവസമാണ്. അപ്പോൾ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോഴേക്ക് ചെറിയൊരു ഇത് വന്നു. കാരണം എനിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ വിളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. രാത്രി തുടങ്ങിയതാണ്, നല്ല ക്ഷീണം. അപ്പോൾ അങ്ങനെ കുട്ടീനെ എന്നെ കാണണം എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ഞാന്ന് വിളിച്ചു ഫോണിൽ. അപ്പോൾ കുട്ടീൻ്റെ ഒച്ച കേട്ടേക്കിന് ആള് അപ്പത്തൊട്ട് ഭക്ഷണം ഇല്ല, പിന്നെ എപ്പോഴും ഇങ്ങനെ കരയുക എനിക്കായിട്ട്. അപ്പോൾ കാണണമെന്ന് പറയുമ്പോൾ സ്കൂളുണ്ട്, ഞായറാഴ്ച ദിവസമേ പോകാൻ പറ്റുള്ളൂ. ഞായറാഴ്ച ദിവസം ഞാൻ ടീച്ചർ അവിടേക്ക് പണിക്ക് പോവാൻ കാരണം ഞാൻ ടീച്ചർ അവിടേക്ക് പണിക്ക് വരാൻ നേരത്തതാണ്. അപ്പോൾ ഞായറാഴ്ച എനിക്ക് അങ്ങോട്ട് പണിക്ക് പോകണം. അപ്പോൾ ശ്രീലക്ഷ്മിക്ക് ഇപ്പോൾ വ്യാഴാഴ്ച അയ്യങ്കാളി ജയന്തി ആയതുകൊണ്ട് അന്നത്തെ അവധി ദിവസം ഇപ്പോൾ നാളെ ക്ലാസ് ഉണ്ട്. ആ അവധി കൊടുത്തതിന് നാളെ ക്ലാസ് ഉണ്ട്. അപ്പോൾ പോകാനും പറ്റൂല, ഓളവിടെ ഇട്ട്. പിന്നെ ഇപ്പോൾ OP ഉള്ള ദിവസം ഇനി അടുത്ത ദിവസം പോകണം. അത് ഞാൻ മീനൊക്കെ ഇങ്ങനെ വറുക്കണത് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ. അടുക്കളയിലാണെങ്കിൽ ലൈറ്റ് വല്ലാതെ വലിയ വെട്ടമുള്ളതല്ല. എന്നിട്ട് അതുകൊണ്ട് കാണുന്നില്ലേ, കാണുന്നുണ്ടാവുന്ന വിചാരിക്കും. അപ്പോൾ മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു വീഡിയോസാണ് കേട്ടോ. വൈകിട്ട് വന്നിട്ടുള്ളൊരു തല്ലിക്കൂട്ട് പരിപാടിയാണ്. എന്തെങ്കിലുമൊക്കെ ചോറിന് എന്തെങ്കിലും വേണ്ട. ഞങ്ങൾ അധികേറും ചോറൊന്നും അങ്ങനെ ഉണ്ടാക്കലില്ല. അരി ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ. പക്ഷെ അമ്മ പോയതിന് ശേഷം ഞങ്ങൾ നേർക്ക് ഭക്ഷണം ഉണ്ടാക്കൽ പോലുമില്ല. ഒരു കറി വരെ ഞങ്ങൾ ശരിക്കും വെക്കലില്ല. കാരണം അമ്മ ഇല്ലാത്തതുകൊണ്ടൊരു വല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വെക്കാനോ തിന്നാനോ ഒന്നും തോന്നണില്ല. അമ്മേനോ കൂട്ടാൻ അങ്ങനെ തിന്നണ കാര്യങ്ങളൊക്കെ അങ്ങനത്തേനൊക്കെ ഒരു വെക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു ഉഷാറമ്മയ്ക്കാണ്. നമ്മൾ പോയതിന് ശേഷം ഞങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും വല്ല പച്ചരി വറ്റിക്കും, ഉപ്പുമാവ് ഉണ്ടാക്കും, അങ്ങനെയൊക്കെ അങ്ങനെ പോകും. അല്ലാതെ പ്രത്യേകിച്ച് ഒരു കറി 2 കറി 3 കറി അങ്ങനെയൊന്നും ഉണ്ടാക്കുക. ചിലപ്പോൾ ഒരു പപ്പടേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒരു ചമ്മന്തി ഉണ്ടാക്കും, അങ്ങനെയൊക്കെ. പക്ഷെ ഉണ്ടാക്കിയാലും നമ്മൾ അമ്മ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തിന്നാനൊരു മനസ്സ് വരുന്നില്ല. അപ്പം ഇന്ന് ഞാൻ മീൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കുമ്പോൾ നോക്കില്ലാത്ത ദിവസമാണ്. അപ്പോൾ ആൾക്ക് വലിയൊരു പ്രശ്നമില്ല. എന്തെങ്കിലും പ്രശ്നമാവുകയാണെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ വേറെ എന്തൊക്കെ നമുക്കൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കും. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പിന്നെ ഗുഡ് നൈറ്റ്. ഞാൻ മീൻ അടുത്ത ട്രിപ്പ് ഇടാൻ പോവുകയാണ്. ഇപ്പോൾ വീഡിയോ ഞാൻ തന്നെയാണ് ഇപ്പോൾ എടുക്കുന്നത്. അതുകൊണ്ട് മീൻ മറിച്ചിടുകയാണ്. ഒരു കൈ കൊണ്ട് ഫോൺ പിടിക്കുക. ഞങ്ങൾക്ക് ഞങ്ങളടുത്ത് വലിയ ഫോണും കാര്യങ്ങളും ക്യാമറയൊന്നും ഇല്ല. ഞങ്ങൾക്ക് സാധാ ഒരു ഫോണാണ്. അപ്പോൾ അതിലാണ് ഇപ്പോൾ അതൊക്കെ എടുക്കുന്നത്. ഫോണൊന്നും വാങ്ങാനൊരു നിവർത്തിയില്ലാത്തൊരവസ്ഥയിലാണ്. കാരണം നമുക്ക് എന്നും ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഇങ്ങനെ ഓരോ പണിക്ക് പോയിട്ട് കുടുംബത്തിന് ഒരു ആശ്രയമായിട്ട് നോക്കുന്നു. അച്ഛനുള്ള സമയത്ത് അച്ഛനും അമ്മയും എല്ലാവരും ഞങ്ങളെല്ലാവരും പണിക്ക് പോയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം എടുത്ത വ്യക്തിയാണ്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം എല്ലാവരും പറഞ്ഞു
അമ്മയ്ക്ക് ഇങ്ങനെ സുഖമില്ലാതെ, അമ്മ CA പേഷ്യൻ്റാണ്. അപ്പോൾ അമ്മയ്ക്ക് അസുഖം വന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ആങ്ങളേൻ്റെ കഥ ഇപ്പം ഞാൻ നാളെ പറഞ്ഞില്ലേ, അതാണ്. അവനെ നോക്കണമെങ്കിൽ വേറെ ആരെയും നോക്കണം. പിന്നെ നമ്മളെ നോക്കാൻ ആരും ഇല്ലാത്തൊരു ഇത് വരും എന്ന് പറഞ്ഞ് അങ്ങനെ കല്യാണം അവരെ ഇഷ്ടത്തിന് സമ്മതിച്ച് നടത്തിയതാണ്. അതാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഒരാൾക്ക് എന്നെ പോലത്തെ ഒരവസ്ഥ വരരുതെന്ന് ഓർത്ത് ഞാൻ എല്ലാവരുടെ അടുത്തും, കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് ഞാൻ എല്ലാവരുടെ അടുത്തും പറയും. ഞാൻ എൻ്റേതായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ അവരുടെ അടുത്ത് പറയും. ഒരിക്കലും പണം സ്വർണം ചോദിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കരുതേ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന അനുഭവങ്ങളെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇടാം. കാരണം ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒന്നൊരു മൂഡിലല്ല. ഞാനിപ്പോൾ അമ്മേൻ്റെ അസുഖവും കാര്യങ്ങളായിട്ട് ആങ്ങളെ പ്രശ്നം ഉണ്ടാക്കി അതിനൊക്കെ ഒന്നിങ്ങനെ ആ ഒരു ഇതിൽ നിന്ന് ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരുന്നുള്ളൂ. ഒരിക്കലും ഇങ്ങനെ ആവുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എൻ്റെ മനസ്സ് കൂടെ തണുത്ത് പോയാൽ ഞങ്ങളെ കുടുംബം അതവധിക്കുന്ന ഒരവസ്ഥയൊക്കെ വരിക. അപ്പോൾ നമ്മളൊരു നെടുന്തൂണായി എല്ലാം സഹിച്ച് ക്ഷമിച്ച് നിന്നതുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ആളുമില്ല, കാശ് ഇറക്കാനുള്ള ആൾക്കാരും ഇല്ല. പിന്നെ നമ്മൾ തന്നെ പണിയെടുക്കണം, നമ്മൾ തന്നെ ജീവിക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ എൻ്റെ ജീവിത കഥകളുമായിട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളും കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ടുള്ള അനുഭവങ്ങളും ഞാൻ വീഡിയോ ആയിട്ട് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യും. ഇതിപ്പം പറയണില്ല, പിന്നെ ഒരു ദിവസം പറയാം. താങ്ക് യു.